കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നത് നിർമ്മല ജിമ്മിയാണ്. അവർ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ നേതാവാണ്. എന്നാൽ കങ്ങഴ ഡിവിഷനിൽ നിന്നുള്ള ഹേമലത പ്രേംസാഗറിന് കഴിഞ്ഞ അവസാന സമയത്ത് CPIയുടെ നേതാവിനാണ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന്, അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനും ശക്തമായി തിരിച്ചു വരാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, കോട്ടയം ജില്ലയിൽ അവിടെയുള്ള ബഹുഭൂരിപക്ഷം പഞ്ചായത്ത് സെഗ്മെൻറ്റുകളിലും ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പിന് വലിയ ലീഡാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. അത് ആവർത്തിക്കാൻ പറ്റിയാൽ, അതിൻ്റെ പകുതിയെങ്കിലും ആവർത്തിക്കാനായാൽ പഞ്ചായത്ത് ഭരണം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ആധിപത്യത്തോടു കൂടി UDF പിടിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ ഭരണം നേടിയെടുക്കുക എന്നുള്ളത് മാത്രമല്ല, കോട്ടയത്ത് കൂടി പിടിമുറുക്കുക എന്നുള്ളതാണ്. കാരണം മാസങ്ങളായി അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാണ്. കടുത്തുരുത്തി സെഗ്മെൻറ്റിൽ പോലും അവിടെ മാണി കോൺഗ്രസിൻ്റെ വിജയം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ MLA ആയിട്ടുള്ള കടുത്തുരുത്തിയിലെ MLA ആയിട്ടുള്ള മോൻസ് ജോസഫിനെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തിയ ഒരു കാര്യമാണ്. നമുക്കറിയാം, മോൻസ് ജോസഫ് തന്നെയാണ് മാണി കോൺഗ്രസിനെ പൂട്ടാനുള്ള എല്ലാ ചരടുവലികളും നടത്തുന്നതിൻ്റെ പിന്നിലെ ബുദ്ധികേന്ദ്രം. കാരണം PJ ജോസഫിന് പ്രായാധിക്യമായി അദ്ദേഹം ഓടി നടന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനമല്ല. അദ്ദേഹം തൊടുപുഴയിൽ ഒരു മുടിചൂട മന്നൻ തന്നെയാണ്. അദ്ദേഹം 2001 PT തോമസിനോട് പരാജയപ്പെട്ടത് ഒഴിച്ചാൽ ബാക്കി ഒരു തവണയും അദ്ദേഹം മത്സരിച്ച് 9 തവണയും തൊടുപുഴയിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ 45,587 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷം 2016 PJ ജോസഫിന് കിട്ടി. അന്ന് റോയ് വാരിക്കാടിനെ 45,000 വോട്ടുകൾക്ക് തോൽപ്പിച്ചത് അസംബ്ലി റെക്കോർഡ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ജില്ലയിലെ മേഖല, പ്രത്യേകിച്ചും തൊടുപുഴ തുടങ്ങിയ മേഖലകളൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. തൊടുപുഴ നഗരസഭയൊക്കെ UDFിലെ ഭരണത്തിലേക്ക് വരും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. കാരണം നിഷ സോമൻ ആണ് അവിടെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അവർ നഗരസഭയുടെ ഭരണത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷേ കോട്ടയത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം പിടിച്ചെടുക്കുക എന്നുള്ള വാശി കൂടി ജോസഫ് ഗ്രൂപ്പിനുണ്ട്. കാരണം അത്രയേറെ ഒരു മധുര പ്രതികാരം വീട്ടേണ്ടതായി ഉണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പാർട്ടിയുടെ വേരോട്ടം എത്രത്തോളം ശക്തമാണ് എന്ന് ഉരുത്തിരിയുന്ന ഒരു നിമിഷം കൂടിയാണ് എന്ന വിലയിരുത്തൽ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ കണ്ണുകളും കൃത്യമായും ഏതൊക്കെ രീതിയിലായിരിക്കും മാറിമറിയുന്നത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്നത് വിലയിരുത്തപ്പെടുകയാണ്. നേരിയ മുൻതൂക്കമെങ്കിലും ജോസഫ് ഗ്രൂപ്പിന് തന്നെയാണെന്ന് മാണി കോൺഗ്രസും തുറന്ന് സമ്മതിക്കുകയാണ്.